ഐഡിയാസ് നമുക്ക് പെട്ടെന്ന് ഒരു അളവ് ബ്ലൗസ് വെച്ചിട്ട് ഒരു ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാമേ. അതിന് വേണ്ടിയിട്ട് കൈ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം 1 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മുടെ അളവ് ബ്ലൗസിൻ്റെ കൈ എടുത്ത് അതേപടി വെച്ചിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന അവിടെ ആം ഹോൾ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അടയാളപ്പെടുത്തി വരച്ചതിന് ശേഷം കൈയുടെ വണ്ണം എത്രയാണോ അതും കൂടെ നമ്മൾ കറക്റ്റ് അളവ് വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത്രയുമാണ് നമ്മുടെ കൈയുടെ അളവ് വരുന്നതെന്ന് വെച്ചാൽ അതാണ് കറക്റ്റ് അളവിന് നമ്മൾ വരച്ചെടുത്തത്. ഇനി ആ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതും കൂടെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് അതുവഴി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടിട്ട് ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെ അത് കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഈ ചാനലിൽ ആദ്യം തുടക്കത്തിൽ തന്നെ ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് കയറി കാണുന്നത് നല്ലതായിരിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ട് വെട്ടാനായിട്ട് 1/2 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തി അതിനുശേഷം ബാക്ക് പാർട്ടിലെ ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് അതും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ ലെങ്ത് എടുക്കാൻ. പിന്നെ കഴുത്തിൽ അകലം നോക്കുക. കഴുത്തിൽ അകലം എത്രയാണെന്ന് വെച്ചാൽ എനിക്കിവിടെ 4 ആണ് കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ 1.25 മാത്രമാണ് അടയാളപ്പെടുത്തുന്നത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 2 ഇഞ്ച് 1/2 കിട്ടുമേ. അങ്ങനെ കഴുത്തെല്ലാം മാർക്ക് ചെയ്താൽ പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അകലം എത്രയാണെന്ന് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് അതും കൂടെ അടയാളപ്പെടുത്തുക. പിന്നെ കഴുത്ത് അതേപോലെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അതിൻ്റെ മുമ്പിലോട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അടയാളപ്പെടുത്തി എടുത്തിട്ട് ആം ഹോളും അതുപോലെ തന്നെ കറക്റ്റ് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇനി ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഹുക്കിൻ്റെ പാർട്ടിൽ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം അതുപോലെ നമ്മൾ ആം ഹോളും പിന്നെ ഷോൾഡറൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. പാർട്ടിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ അളവിൻ്റെ ഷോൾഡർ വെച്ചിട്ട് ബ്ലൗസിൻ്റെ ഷോൾഡർ വെച്ചിട്ട് കഴുത്ത് കറക്റ്റ് അടയാളപ്പെടുത്തി എടുക്കുക. 1/4 ഇഞ്ച് വിട്ടിട്ട് അടയാളപ്പെടുത്തുക. ആം ഹോളും അതുപോലെ തന്നെ കറക്റ്റ് അടയാളപ്പെടുത്തി എടുക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഫ്രണ്ട് മെയിൻ ടക്കാണ്. അത് എത്ര അകലത്തിലാണ് എത്ര ലെങ്തിലാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അത് അടയാളപ്പെടുത്തി അവിടുന്ന് താഴോട്ട് അതിൻ്റെ ആ ടക്കിൻ്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തുക. പിന്നെ ഹുക്ക് പാർട്ടിൻ്റെ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് അടയാളപ്പെടുത്തുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണ് ടക്കിൻ്റെ ആ വിട്ട് വരുന്നത് എനിക്കിവിടെ 1.25 ആണ് വന്നത്. 2 സൈഡിൽ നമ്മൾ 1.25 വെച്ച് കൊടുക്കുക. അങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ടക്ക് നമ്മൾ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കുക. ഇനി സൈഡിലത്തെ ഒരു ടക്ക് കൂടെ ഉണ്ട്. അത് എത്ര ലെങ്ത്തിലാണ് വരുന്നത് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ താഴെ എത്ര ഡിസ്റ്റൻസിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും കൂടെ നോക്കിയിട്ട് കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കുക. ഇനി മൂന്നാമതൊരു ടക്കും കൂടെ ഉണ്ട്. അത് മെയിൻ ടക്കിൻ്റെ നേരെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അതുപോലെ വണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് അതും കൂടെ കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. ഇത്രയാണ് മെയിൻ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെ 3 ടക്ക് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് രണ്ട് പാർട്ടാക്കിയതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചിപ്പുറത്തിടുകയാണെങ്കിൽ ആ അളവെല്ലാം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ഈസി ആയിരിക്കും, സ്റ്റിച്ച് ചെയ്യാനും ഈസി ആയിരിക്കും. പിന്നെ ബാക്കിലത്തേക്ക് ഒരു പട്ട വെട്ടിയെടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഫ്രണ്ടിൽ പട്ടയുണ്ടല്ലോ അത് കറക്റ്റ് അളവ് നോക്കിയിട്ട് നിങ്ങൾ എത്ര സൈസ് വരുന്നതെന്ന് വെച്ചാൽ വെട്ടി. അപ്പോൾ ഇത്രയാണ് ബ്ലൗസിൻ്റെ കട്ടിങ് പാർട്ടെന്ന് പറയുന്നത്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.